വഖഫ് ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 50 ദിവസം പിന്നിടുകയാണ്. വിഷയം പരിഹരിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ രൂപം നൽകിയെങ്കിലും പ്രശ്നപരിഹാരമാകും വരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളെ സമരസമിതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഡാനി ഇപ്പോൾ അവിടെ മുനമ്പത്തുണ്ട്. മുനമ്പം സമരം ഇന്ന് 50 ദിവസമാണ്. നമുക്കറിയാം, ഞായറാഴ്ചയാണ്. പള്ളികളിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സർക്കുലറുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് അനുകൂലമായി ഒരുപാട് സംഘടനകൾ അങ്ങോട്ടേക്ക് എത്തുകയും ഈ ദിവസങ്ങളിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ വലിയൊരു പിന്തുണ ഈ സമരത്തിന് കിട്ടിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഡാനി, ഇന്നിപ്പോൾ 50 ദിവസമാണ്. ഒരു ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഇതിനിടയിൽ സംഭവിച്ചത് ഈ കമ്മീഷന്റെ രൂപീകരണവും അതിന്റെ പരിഗണനാ വിഷയങ്ങളും മറ്റുമാണ്. പക്ഷെ ഇവർക്ക് ശാശ്വതമായ പരിഹാരം വേണം, അതിനുള്ള ഉറപ്പും വേണം. അതുതന്നെയാണ് ഇപ്പോഴും അവരുടെ ഡിമാൻഡ്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം അതല്ലാതെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന വിഷയമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം സമരം ഇന്ന് 50-ാം ദിവസം എത്തി നിൽക്കുന്നു. യാതൊരു രീതിയിലും അതിന്റെ ഒരു സമരത്തിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു തീക്ഷ്ണത, അതായത് വിവിധ സമരമാർഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കുറച്ചിട്ടുണ്ട്. അത് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കുന്നത് കൊണ്ടാണ് മുനമ്പം കമ്മീഷനുമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനോടുമെല്ലാം ഒരു അച്ചടക്കം എന്ന രീതിയിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷേ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നവർ വ്യക്തമാക്കുന്നു. സമരത്തിൽ പങ്കെടുക്കുന്നവരും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. കമ്മീഷനെയും അതോടൊപ്പം തന്നെ സർക്കാരിനെയും എല്ലാം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റമില്ല. സർക്കാർ തന്നെ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഒരു സമരതീഷ്ണതയിൽ നിന്ന് ഞങ്ങൾ അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നിലപാടുകളിൽ മാറ്റമില്ല എന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. 50 ദിവസത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ മുനമ്പം സമരവേദിയിൽ ചുറ്റും നമുക്ക് കാണാം. ഈ പരിസരത്തേക്ക് വരുമ്പോൾ ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇത് കേരളമെമ്പാട് നിന്നുള്ള ഇവിടേക്ക് എത്തിയ ആളുകളുടെ അതിന്റെ ഒരു പരിച്ഛേദമാണ് നമുക്ക് കാണാൻ കഴിയുക. ഓരോ ബാനറും സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയ ഈ മുനമ്പം ബീച്ചിലുള്ള വേളാങ്കണ്ണി മാതാ ദേവാലയത്തിലേക്ക് എത്തിയ ആളുകളുടെ സംഘടനകളുടെ എല്ലാം തന്നെ കുറിപ്പുകളാണ് ഇതെല്ലാം തന്നെ നിറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ എമ്പാട് നിന്നുണ്ട്, വിവിധ സഭകളുണ്ട്. അതോടൊപ്പം തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവിടേക്ക് വന്ന ആളുകളാണ് ഇവിടേക്ക് എല്ലാവരും തന്നെ ഉള്ളത്. പള്ളിമുറ്റത്താണ് നമ്മളുള്ളത്. പള്ളിമുറ്റത്ത് നിന്ന് ഇപ്പോൾ കുർബാനയ്ക്ക് ശേഷം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു സമര സമിതി എന്ന് പറയുന്നത് 50 ദിവസം അതിലേക്ക് വന്നിരിക്കുകയാണ്. 50 ദിവസം ഈ സമരപന്തലിൽ വേദിയിൽ വന്നിട്ട് നിരവധി ആളുകൾ അവരുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. അതിലെ ഇപ്പോൾ എല്ലാവരും തന്നെയും പറയുന്നത് വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തിയാർജിക്കാം. പക്ഷേ ഇതിൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട രേഖകളടക്കം സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശദമാക്കുകയും ചെയ്തു. നമുക്കൊപ്പം സമരസമിതിയുടെ കൺവീനർ കൂടി ചേരുന്നു, ബെന്നി ജോസഫ്. ജോസഫിന് ഇതിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കമ്മീഷൻ വന്നിരിക്കുന്നു. എന്താണ് അപ്പോൾ 50 ദിവസം പിന്നീട് നമ്മൾ നിലപാടുകളിൽ മാറ്റമില്ല, സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. 50-ാമത്തെ ദിവസം ഞങ്ങൾ 1 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു സമരമുറ ആവിഷ്കരിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ 3 മാസം കൊണ്ട് തന്നെ തീർപ്പാക്കുകയും ഞങ്ങളുടെ ഇവിടുത്തെ ജനത്തിന്റെ 610 കുടുംബങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാ റവന്യൂ അവകാശങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരങ്ങളിൽ നിന്നെല്ലാം പിന്നോക്കം പോയി ഇവിടെ നിരാഹാരം മാത്രമിരുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അറിയിപ്പുകളോ കാര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടോ സിറ്റിംഗ് സംബന്ധിച്ച്? ഞങ്ങൾക്കിപ്പോ അതിന്റെ 1902 തിരുവിതാംകൂർ രാജാവിന്റെ പറവൂർ താലൂക്കില് വടക്കേക്കര വില്ലേജിന്റെ ആ കാലത്തിലുള്ള ആ സ്ഥലത്തിന്റെ ഇന്നത്തെ അവസ്ഥ, സ്ഥിതി, അതിന്റെ അളവ്. കാരണം 114 ഏക്കർ ഭൂമി മാത്രമേ ഇവിടെ അവശേഷിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കടലിൽ ഒലിച്ചുപോയി. ഈ റോഡഡ് ബൈ അറേബ്യൻ സീ സംഭവിച്ചതാണ്. അപ്പം അതിന്റെ എല്ലാം വ്യക്തമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും. അതോടുകൂടി ഞങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശുഭപ്രതീക്ഷയോടെയാണ് ഇതിനെല്ലാം തന്നെ കാണുന്നത്. അതെ, ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിന്റെ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും ആ റിപ്പോർട്ടുകളെല്ലാം പോകുന്നത്. ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ബെന്നിച്ചേട്ടനൊക്കെ തന്നെ ആദ്യകാലം മുതൽ തന്നെ ഇതിനിടയിൽ ഏറ്റവും കൂടിയ
ശക്തമായ പോരാട്ടങ്ങൾ നടത്തി പരിചയമുള്ളവരാണ്. എന്നേക്കാളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ബെന്നി ചേട്ടനും ജോസ് ചേട്ടനൊക്കെ ഇവിടെ 99 കാലഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഇടപെട്ടിട്ടുള്ളതാണ്. അതെ അതെ. ഈ സമരം 50 ദിവസത്തിലേക്ക് എത്തുന്നു. ഇതിൽ എത്ര ദിവസമായാലും നമ്മൾ സമരരംഗത്ത് ഉണ്ടാകും തന്നെ. അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ കിട്ടുന്നവരെ ഞങ്ങൾ വെറുതെ കിട്ടിയല്ലേ, ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ. ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ ഫാറൂഖ് കോളനിയായിട്ട് കേസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുടിയാന്മാരായിരുന്നു എന്ന് പറയാം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് 33 കൊല്ലമില്ലേ ഞങ്ങൾക്ക് ഇത് റവന്യൂ രേഖകളൊക്കെ കിട്ടിയിട്ട്. ഒരു 10 ലക്ഷം രൂപ സ്ഥലം കൊടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി കിടണോ? ഈ പേപ്പർ കീറാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല, ജയിലിൽ പോയി കിടക്കണ്ടേ. ഞങ്ങൾക്ക് ഇപ്പൊ ഇത് കത്തിച്ചതിന് തുല്യമല്ലേ ഞങ്ങൾക്ക്? ശരിയല്ലേ ഞാൻ പറയണത്? കത്തിച്ചതിന് തുല്യമല്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഇതില്ലേ? എന്താണ് ഇവർ ഈ കാണിക്കണത്? ഈ നിലപാട് തന്നെയാണ് ഏറ്റവും തിരിച്ചടിയായത്. വഖഫിന്റെ നിലപാടാണ്, അത് അവര് തന്നെ ഏറ്റെടുത്തല്ലേ. ഇത് വഖഫിന്റെ ഭൂമിയല്ലല്ല. ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ ആരും വഖഫിന്റെ ഭൂമി കയ്യേറിയതല്ല. ഞങ്ങൾക്കിത് തീരാധാരം കിട്ടിയേക്കണ ഭൂമിയല്ലേ. തീരാധാരം എന്ന് പറയും, അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ പട്ടയം എന്ന് പറയും. ഇത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചിരിക്കണ ഭൂമിയല്ലേ. അത് തന്നെയല്ല, ഇത് 5-6 ആൾക്കാർ ഇങ്ങനെ കൈമറിഞ്ഞു പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ തന്നെ നമ്മുടെ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ടാവൂലേ. ഈ സ്ഥലത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇപ്പൊ റവന്യൂ അധികാരികൾ കിട്ടിയിട്ടുണ്ടാവും. റവന്യൂ ഇതിൽ ഇത് സ്റ്റാമ്പ് ഡ്യൂട്ടി കിട്ടണമെങ്കിൽ പൈസ ഉണ്ട്. ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ 1 ലക്ഷത്തി, ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷം രൂപയുടെ സ്ഥലം എടുത്താൽ 1,20,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കാതെ നമുക്ക് മുമ്പത്തെ പോലെ കളവൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ കറക്റ്റ് കണക്ക് തന്നെ കാണിക്കണം. ഇപ്പൊ മുമ്പാണ് കുറച്ച് സ്ഥലം കൊടുത്തിറങ്ങി കുറച്ചൊക്കെ കാണിക്കണം. ഇപ്പൊ അങ്ങനെയൊന്നും നടക്കൂല. കറക്റ്റായിട്ട് രേഖകൾ കാണിച്ചാൽ അങ്ങനെ എടുത്തേക്കണ ഭൂമിയാണ് ഞങ്ങൾ. അന്നത്തെ കാലത്ത് അവര് പറഞ്ഞാലും ഇരട്ടിക്കാശ് കൊടുത്താണ് ഞങ്ങൾ മേടിച്ചേക്കണത്. ഇപ്പോഴും ഇവിടെ ഒരു സ്കൂളില്ല, ഒരു ആസ്പത്രിയില്ല, ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഞങ്ങൾക്ക് കടലിൽ പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അറിയാലോ, കടലിൽ പോയാൽ ഡീസൽ കാശ് കടവിട്ടാണ് വന്നത്. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ടൈമാണിത്. എന്തായാലും കമ്മീഷനെയും അതോടൊപ്പം നടപടികളെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സമരരംഗത്ത് ഉറച്ചു തന്നെ നിൽക്കും. അതെ അതെ അതെ. സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോമ്പുറം പോയി കഴിഞ്ഞു. 1 മാസം കഴിയുമ്പോൾ തന്നെ ഇതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഇവിടുത്തെ അവസ്ഥകളെ കുറിച്ചെല്ലാം ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഓരോ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ്. 3 മാസം കൊണ്ട് തീരും എന്ന കാര്യത്തിൽ ഒരു സംശയം കമ്മീഷന് തന്നെയുണ്ട്. അല്ല, അത് സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങള് അദ്ദേഹവുമായിരുന്ന് കമ്മീഷനുമായിട്ടിരുന്ന് എന്ത് ആണോ കാണിക്കേണ്ടത്, എന്താണോ അറിയിക്കേണ്ടത്, എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു ആധാരം മാത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും കാര്യങ്ങൾ. ഇപ്പോ ഒന്നും അറിയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഒരു ആധാരം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം നോക്കിയാലും ഇപ്പോഴത്തെ അവസ്ഥയെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കമ്മീഷനെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ ഇപ്പൊ കണ്ട ഈ ഫ്ലെക്സ് ഇതൊക്കെ കണ്ട, ഈ കാർഡ് ഇതൊക്കെ കണ്ട, ഈ ഐക്യദാർഢ്യം ഇവിടെ കെട്ടാൻ സ്ഥലമില്ല. ഞങ്ങളുടെ രേഖകൾ ഈ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കാണിക്കണ്ട്. ഞങ്ങളുടെ ആധാരം എന്ന് പറഞ്ഞില്ലേ, തീരാധാരം ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ വന്ന ആൾക്കാർ കൂടിക്കൂടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണ്? ഞങ്ങൾ പറയണത് സത്യമാണെന്ന് കണ്ടിട്ടല്ല അവർ വന്നത്. അല്ലെങ്കിൽ ഇത് സത്യമല്ല എന്ന് കണ്ടാൽ വല്ലവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുമോ? വരൂല. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിനെ വിശ്വാസമില്ല. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോണ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇപ്പോഴും മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളെ എപ്പോഴും മണ്ടന്മാരാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞങ്ങളെ ഇപ്പൊ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതായത് വകുപ്പുകളെല്ലാരും ഇപ്പോഴുള്ള ഒരു കൊച്ചിനോട് ചോദിച്ചാലും പറയും ഇവിടുത്തെ വകുപ്പ് എന്താണെന്ന്. അതാണ് ഇന്നത്തെ ഞങ്ങളുടെ, അതായത് ഇഷ്ടംമാരെ ആൾക്കാർ ഇപ്പൊ ഇത് നീണ്ടു പോയാലുണ്ടല്ല, ഇവിടെ ചിലപ്പോൾ ആത്മഹത്യ വരെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. 170% ആൾക്കാരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. രഞ്ജിത്ത്, വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം നമ്മൾ നേരത്തെയും പലതവണ പറഞ്ഞതുപോലെ തികച്ചും സാധാരണക്കാരാണ് അവരെല്ലാവരും. മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ പേരും. അവരെ കഷ്ടപ്പെട്ട, അവരെ സ്വന്തമാക്കിയ, പണം കൊടുത്ത് തന്നെ സ്വന്തമാക്കിയ, നികുതി അടച്ചുണ്ടാക്കിയ ഭൂമിയിലാണ് ഈ രീതിയിലുള്ള അവകാശവാദങ്ങളുമായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ തങ്ങൾ ഏതറ്റം വരെ പോകും എന്ന് തന്നെയാണ് ഈ സമരത്തിന്റെ 50ാം ദിവസത്തിലും അവർ പറയുകയും ചെയ്യുന്നത്. മുനമ്പം കമ്മീഷൻ അവർ സ്വാഗതം ചെയ്യുന്നു, എല്ലാ രീതിയിലും സഹകരിക്കും. പക്ഷേ മുനമ്പം ജനതയുടെ വികാരങ്ങൾ ഉൾക്കൊള്ളണം എന്ന് അവർ ഒന്നുകൂടി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, ഡാനി പോളാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മുനമ്പം സമരം ഇന്ന് 50ാം ദിവസമാണ്. കേരളം കണ്ട ഏറ്റവും ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് ഈ മുനമ്പം സമരം. ഒരു 600-650 കുടുംബങ്ങളുടെ അവസ്ഥ ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്.